നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനത്തിൽ കേന്ദ്ര സർക്കാർ ജാഗ്രത പുലർത്തണമെന്ന് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി വീണ്ടും പറയുന്നത്? ഇതിനകത്ത് ജ്ഞാനേഷ് കുമാറിന്റെ കരണം പുകയ്ക്കുന്ന രീതിയിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ BR ഗവായ് ഉൾപ്പെടെയുള്ളവർ ശക്തമായി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 112ഓളം സീറ്റുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 72 ലക്ഷം അധികം വോട്ടുകൾ കൂട്ടിച്ചേർത്തതും 108 സീറ്റുകളിൽ BJP സഖ്യം വിജയിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ രാഹുൽ ഗാന്ധി നിലവിൽ കോടതിക്ക് കൈമാറിയിരിക്കുന്നു. ഒന്ന് ആലോചിക്കണം, സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ പ്രാധാന്യമാണ്. തെളിവുകൾ ഉണ്ടെങ്കിൽ ഏത് ദേവേന്ദ്രനെയും പൂട്ടാൻ കഴിയും. അങ്ങനെ മഹാരാഷ്ട്രയിൽ ഒരു ദേവേന്ദ്രൻ ഇരിപ്പുണ്ട്. ആളുകളെ മുഴുവൻ വഞ്ചിച്ച് മുഖ്യമന്ത്രി കസേരയിൽ കയറി ഞെളിഞ്ഞ് സുഖിച്ചിരിക്കുകയാണ്. സഖ്യകക്ഷികളെയൊക്കെ വെറും പമ്പര വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള ദേവേന്ദ്രന്റെ വലിയ രീതിയിലുള്ള മുന്നേറ്റം തടയാൻ പോകുന്നു. ദേവേന്ദ്ര ഫട്നാവിസ് വിജയിച്ച നാഗ്പൂർ സൗത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ പോലും വലിയ തിരിമറി നടന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധിയാണ് വ്യക്തമായി വെളിപ്പെടുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48 സീറ്റിൽ കേവലം 9 സീറ്റ് മാത്രം ജയിച്ച BJP എങ്ങനെയാണ് 132 സീറ്റുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്? അതിൻ്റെ യുക്തി ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. കേവലം 4 മാസം കൊണ്ട് രാഷ്ട്രീയപരമായി ട്രെൻഡ് ഇത്രയധികം മാറിമറിയാൻ മാത്രം എന്ത് സാഹചര്യമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത്? അവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏറ്റവും വലിയ കള്ളക്കളി, അഥവാ അവർ നടത്തിയ ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നത്, രാജ്യം മനസ്സിലാക്കുന്നത്, കോടതി മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഈ വിഷയം മുഴുവൻ. കാരണം കോടതിയുടെ ഏറ്റവും വലിയ അധികാരം കൈകാര്യം ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് ആണ്. ചീഫ് ജസ്റ്റിസ് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന പാനലിൽ അംഗമായിരിക്കണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. എന്നാൽ ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ ഒതുക്കാൻ വേണ്ടി പരമാവധി ലെജിസ്ലേച്ചർ കളികൾ കളിച്ചു. കേന്ദ്ര സർക്കാരിനെ തിരിച്ചും പണിയാൻ സുപ്രീം കോടതിക്ക് കിട്ടിയിരിക്കുന്ന സുവർണ അവസരമാണിത്. ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങളെ മരവിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കം, അത് എന്ന് മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്നുള്ളത് മാത്രമാണ് ഇനി BR ഗവായിയുടെ മുന്നിൽ ഉള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നത്. കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിക്കാൻ BR ഗവായി തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഓരോ തവണയും എടുക്കുന്ന തീരുമാനങ്ങൾ നരേന്ദ്രമോദിക്ക് ഇടിവെട്ടായി തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എടുക്കുന്ന ഓരോ നടപടിക്രമങ്ങൾ ചില്ലറ വ്യതിയാനമൊന്നും ആയിരിക്കില്ല കേന്ദ്രത്തിലും ദേശീയ തലത്തിലും വരുത്താൻ പോകുന്നത് എന്ന് ബോധ്യമുള്ളവർ തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും. ഇപ്പോൾ എടുക്കുന്ന നടപടിക്രമങ്ങൾ വളരെയധികം ദീർഘിപ്പിക്കാതെ ഏറ്റവും ശാശ്വതമായ പരിഹാരം എന്ന രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങൾ കൂടി ഗൗരവത്തിൽ എടുത്തുകൊണ്ട് നടപ്പിലാക്കാൻ തന്നെ BR ഗവായ് ശ്രമിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഉത്തരമില്ല.